ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സൺഡേ ടോക്ക് നടത്തിയാൽ. കഴിഞ്ഞ സൺഡേയും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് സാധാരണ റീൽസിനേലും കുറച്ചുകൂടി ലോങ് ആയിരിക്കും കേട്ടോ. എന്താന്ന് വെച്ചാൽ സംസാരിച്ച് വരുമ്പോൾ സമയം പെട്ടെന്ന് അങ്ങാവും അല്ലേ? പക്ഷേ ഞാൻ ലാസ്റ്റ് സൺഡേ ഇട്ട വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് ഷെയർ ചെയ്തു, ഒരുപാട് പേര് വാച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസാണ് കൂടുതൽ താല്പര്യം എന്ന്. അപ്പോൾ ഞാൻ എനിക്ക് സമയമുള്ള സൺഡേസിലൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കാം. മാത്രമല്ല, നിങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് ആൻറ്റിയെ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിട്ടാണ് തോന്നുന്നത്. അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്ന് അമേരിക്കയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ലൈറ്റ് സേവിങ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡേ ലൈറ്റ് സേവിങ് നമുക്ക് വർഷത്തിൽ 2 പ്രാവശ്യം നമ്മുടെ ടൈം ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നവംബറിലും മാർച്ചിലുമാണ്. അപ്പോൾ ഇന്നലെ രാത്രി, ഇന്നിവിടെ നവംബർ 2 സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഈ നവംബർ 2 സൺഡേ തുടങ്ങി ഒരു 2 o'clock രാവിലെ സമയം 1 o'clock പുറകോട്ട് വെച്ചു എന്നുള്ളതാണ്. ഇനി അത് ഒരു മാർച്ചൊക്കെ ആവുമ്പോൾ ഈ 1 o'clock വെച്ച സമയം 2 o'clock ഫോർവേഡ് ചെയ്ത് വെക്കും. തിരിച്ചും 1 മണിക്കൂർ മുന്നോട്ടാക്കി വെക്കുന്നുള്ളതാണ്. നമ്മളിപ്പോൾ 6 o'clock മോർണിംഗിന് എണീക്കുന്നവര് സമയം നോക്കുമ്പോൾ 5 o'clock ആയിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൂടി കൂടുതൽ കിടന്നുറങ്ങാം. അമേരിക്കയിൽ ഇതിങ്ങനെ വർഷങ്ങളായിട്ട് 100 വർഷമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ. 1918 തുടങ്ങിയതാണ്. ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായിരുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മാറ്റമാണിത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വിൻ്റർ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഡേ ടൈം അങ്ങ് കുറയും, രാത്രിയാണ് കൂടുതൽ. അപ്പോൾ ഇരുട്ടായിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ ഇപ്പോൾ 7:30 ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഒട്ടും സൂര്യപ്രകാശം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ടൈം ചേഞ്ച് ചെയ്യൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളാണുള്ളത്. അതിൽ ഒരു 48 സ്റ്റേറ്റിലും ഇങ്ങനെ ടൈം ചേഞ്ച് ചെയ്യും. അരിസോണയിലില്ല, ഹവായിലും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ആൻറ്റി ഇപ്പം അമേരിക്കയിൽ എന്തായി സമയം എന്ന് അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം ഒരു 10 മണിക്കൂർ മുന്നോട്ടാണ്. ഇപ്പോൾ ഇവിടെ രാവിലെയാണ് സമയം. രാവിലെ ഒരു 10 o'clock ആണെങ്കിൽ നാട്ടിൽ ഒരു 8:30 രാത്രി ആയിട്ടുണ്ട്. ഓൾറെഡി നവംബർ 2 രാത്രിയായി, നമുക്ക് നവംബർ 2 രാവിലെ ആയിട്ടുള്ളൂ. അങ്ങനെ ടൈം ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ്. അത് ഫ്ലോറിഡയിലെ സമയം ആയിരിക്കില്ല ഷിക്കാഗോയിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ 9 ടൈം സോണുകളുണ്ട്. അതിൽ 4 ആണ് മെയിൻ ആയിട്ടുള്ളത്. 4 ടൈം സോണുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇക്വേറ്റർ ലൈനിൻ്റെ ഇങ്ങേറ്റത്ത് ഈസ്റ്റേൺ ടൈം സോണിലാണ് ഫ്ലോറിഡ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെൻട്രൽ ടൈം, അതിലാണ് ഷിക്കാഗോ ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മൗണ്ടൻ ടൈം, അത് കഴിഞ്ഞാണ് കാലിഫോർണിയയിലൊക്കെ പസഫിക് ടൈമിലാണ് വരുന്നത്. അപ്പോൾ ഫ്ലോറിഡയെക്കാളും 1 hour ബിഹൈൻഡ് ആയിരിക്കും ഷിക്കാഗോയിലെ ടൈം, 1 മണിക്കൂർ. മൗണ്ടൻ ടൈം ഉള്ളവർക്ക് 2 മണിക്കൂർ പുറകിലായിരിക്കും. അതുപോലെ കാലിഫോർണിയക്കാർക്കൊക്കെ പസഫിക് ടൈം ആയതുകൊണ്ട് 3 hours ബിഹൈൻഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ടൈം സോണുകളൊക്കെ ഡിഫറെൻ്റ് ആണ്. അലാസ്കയിലും അതുപോലെ തന്നെ ഹവായിലും ഒക്കെ ഡിഫറെൻറ്റ് ടൈം സോണുകളാണുള്ളത്. ചില സ്റ്റേറ്റുകളിൽ തന്നെ 2 ടൈം സോണുള്ള സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഉറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉച്ചയാകുമ്പോൾ ഉറക്കം വരും. ഇവിടെ പാതിര സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മളവിടെ വന്നിട്ട് ഉറങ്ങാൻ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പാതിരയാകുമ്പോൾ കണ്ണ് തുറന്ന് കിടക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉച്ച സമയമാണല്ലോ. അപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കും നമുക്ക് ആ ടൈം ഡിഫറൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് പോരേണ്ട സമയമാവും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ നൗ.